അപ്പൊ ഞാനും അമ്മയും കൂടി ഇന്നൊരു ഗേൾസ് ഓൺലി ട്രിപ്പിന് പോവാണ് കേട്ടോ. അമ്മയെ ഗേൾസ് ആയിട്ട് കൂട്ടാവോ? എനിക്കറിയില്ല, എന്തായാലും പോട്ടെ. അച്ഛനെ നിരുപാധികം തള്ളിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞു, അച്ഛാ ഇന്ന് ഞങ്ങൾ KSRTC ബസ്സിൽ പോവുകയാണ്. അങ്ങനെ ഞാനും അമ്മയും കൂടെ നേരെ വെച്ച് പിടിച്ചു. ഇടയ്ക്ക് മഴയൊന്ന് ചതിച്ചെങ്കിലും എന്തോ പ്രാർത്ഥന കൊണ്ട് പിന്നെ മഴ പെയ്തില്ല. പുനലൂരിൽ ഈ പൂച്ചട്ടി വെച്ചിരിക്കുന്നത് കുറെ നാൾ കൂടിയാണ് കേട്ടോ ഞാൻ കാണുന്നത്. അവിടുന്ന് നേരെ ജീപ്പിൽ കയറി ഒരു അരമണിക്കൂർ ഇരുന്നു. തെക്കും വടക്കും കുറ്റമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് അരമണിക്കൂർ കഴിഞ്ഞു. എന്നിട്ടാണ് കേട്ടോ നമ്മൾ നേരെ മാത്രയിൽ ചെന്നത്. അമ്മ മുമ്പിൽ ഇങ്ങനെ നടന്നപ്പോ ഗമയിൽ ഞാൻ ഇങ്ങനെ പുറവേ നടന്നു. പണ്ടത്തെ പുരുഷന്മാരൊക്കെ സ്ത്രീകളുടെ കയ്യിൽ കൊച്ചുങ്ങളെ കൊടുത്തിട്ട് നടക്കില്ലേ, അതുപോലെ. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് വീട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. കാരണം ഭാഗവതം നല്ല ഉറക്കെ വായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് നേരെ ഞാൻ അമ്മമ്മയ്ക്കൊരു സലാം പറഞ്ഞു. അമ്മമ്മ ഹായ് എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ വീടൊക്കെ ഒന്ന് ചുറ്റി കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ വന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്തായിരുന്നു? ദേ ഈ കിടക്കുന്ന സാധനമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വയറ് നിറച്ച് സദ്യ കഴിച്ചു. കുറ്റം പറയരുതല്ലോ, നല്ല സദ്യയായിരുന്നു. സദ്യയോട് ഞാൻ 100% ആത്മാർത്ഥത പുലർത്തി കേട്ടോ. ആദ്യം ചോറ് വന്നു, പിന്നെ നമ്മുടെ പരിപ്പ് വന്നു, പപ്പടം കൂട്ടി അത് കഴിച്ചു, പിന്നെ സാമ്പാറും കൂട്ടി കഴിച്ചു, പിന്നെ പായസം കഴിച്ചു, പിന്നെ പുളിശ്ശേരി കഴിച്ചു, പിന്നെ പച്ചമോരും കൂട്ടി കഴിച്ചു. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ എഴുന്നേറ്റത്. അത് കഴിഞ്ഞ് ഞാൻ ഗണപതി ഹോമത്തിന്റെ ബാലൻസും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴല്ലേ ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ഇത്രയും വൈബുള്ള ആണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വീട് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഉച്ചയ്ക്ക് ശേഷം പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ നേരെ ഞങ്ങള് വീട്ടിലോട്ട് പോയി.